നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 സെപ്റ്റംബർ മാസം 17-ാം തീയതി 1201 ആണ്ട് കന്നിമാസം 1-ാം തീയതി ബുധനാഴ്ച. ഇന്ന് പൂയ നക്ഷത്രമാണ്. ബുധനാഴ്ച, ശുഭനക്ഷത്രം, ശുഭദിനം. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ബുധൻ പ്രവൃത്തികാരകനാണ്. ഇന്ന് എന്ത് കാര്യങ്ങൾ ചെയ്യാനും അനുകൂലമായിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. ഒരു കാര്യത്തിലും അറച്ചു നിൽക്കരുത്. ഓരോ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. അത് വിജയത്തിലേക്ക് വരും. അതുകൊണ്ട് നമ്മളെ സമയത്തെ എപ്പോഴും നമുക്ക് ഒരു നല്ല സമയം കിട്ടുമ്പോൾ, ഒരു നല്ല റോഡ് കിട്ടുമ്പോൾ നമ്മൾ അവിടെ ആക്സിലേറ്റർ കൊടുക്കണം. ചീത്ത റോഡ് വരുമ്പോൾ ബ്രേക്ക് ചവിട്ടിയും വേണം. അപ്പോൾ കൊള്ളാത്ത ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ കിടന്ന് ഓടിയിട്ട് കാര്യമൊന്നുമില്ല. പക്ഷെ കൊള്ളാവുന്ന ദിവസങ്ങളെ വെറുതെ വിടരുത്. നമ്മൾ മാക്സിമം വിനിയോഗിക്കണം. അതുപോലെ പൂയ നക്ഷത്രം, കന്നിമാസത്തിലെ പൂയ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു ദിവസമാണ് നമുക്ക് വന്നുപെട്ടിരിക്കുന്നത്. വളരെ സന്തോഷപ്രദമായ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും. പ്രത്യേകിച്ച് ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കും. ജോലിയിലിരിക്കുന്നവർക്ക് ജോലി കയറ്റം കിടക്കും. അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റും. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാവും. പഠിത്തം മുടങ്ങിക്കിടക്കുന്നവരോ പഠിത്തത്തിന് ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്കോ ഈ സമയം വളരെ അനുകൂലപ്രദമാണ്. അപ്പം അതിനൊക്കെ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. അത് നമുക്ക് അനുകൂലത്തിൽ കലാശിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് പോകുമ്പോഴും രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. രാഹുകാലം നോക്കി യാത്ര തിരിക്കുമ്പോൾ രാഹുകാലത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. രാഹുകാലം കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള 12 തൊട്ട് 1:30 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 12 മണി 19 മിനിറ്റ് തൊട്ടേ തുടങ്ങുകയുള്ളൂ. 1 മണി 49 മിനിറ്റ് വരെ. അപ്പോൾ 19 മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പോൾ കറക്റ്റ് നമ്മളെ കലണ്ടർ നോക്കി ഇറങ്ങുകയാണെങ്കിൽ രാഹുകാലത്തായിരിക്കില്ല ഇറങ്ങണത്. അതുപോലെ രാഹുകാലം തീർന്നെന്ന് പറഞ്ഞ് തിരിക്കുമ്പം വീണ്ടും രാഹുകാലത്തിലായിരിക്കും. അതുകൊണ്ട് അത് നോക്കി കൊണ്ടുപോവുക. അതുപോലെ യമകണ്ഠ കാലവും ഗുളികകാല സമയവും ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. നല്ല ദിവസമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും അതിൽ ഗുളികകാല സമയം 10:49 തൊട്ട് 12:19 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:48 തൊട്ട് 9:18 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം ശരിക്ക് 11:55 തൊട്ട് ആരംഭിക്കുകയാണ്. 12 മണി 43 മിനിറ്റ് വരെ. ഇതിൽ കുറച്ച് സമയം രാഹുവിൻ്റെ ബന്ധമുണ്ട് എങ്കിൽ പോലും രാഹുകാലം യാത്രയ്ക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റൊരു ശുഭകാര്യങ്ങൾക്കും നോക്കേണ്ടതില്ല. അപ്പോൾ രാഹുകാലവും നമുക്ക് ഈ ദിവസം നമുക്ക് ശുഭകാര്യത്തിനെടുക്കാം. അല്ലാതെ തന്നെ മുഹൂർത്തമുണ്ട്. അതുപോലെ തന്നെ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കണം. പച്ച വസ്ത്രം വസ്ത്രത്തിൽ കൂടെ ഉൾപ്പെടുത്തണം. മൊത്തം പച്ചയായിട്ട് പോകണമെന്നല്ല, പച്ച വസ്ത്രവും കൂടി ഉൾപ്പെടുത്തണം. ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച തുണി കരുതുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ബുധൻ്റെ പോസിറ്റീവ് എനർജി വലിച്ചെടുക്കാൻ സഹായിക്കും. നമ്മളിലേക്ക് ആഗിരണം ചെയ്യും അതിൻ്റെ റേഡിയേഷൻ. അപ്പോൾ അതിന് സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം നല്ലതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.